ഞാൻ വളരെയേറെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ സാറ്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകളും ചില പരാമർശങ്ങളും 2025 ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് യോജിച്ചതാണോ എന്ന് കേട്ട എല്ലാവരും സംശയിച്ചിട്ടുണ്ട്. സിനിമ വേണമെങ്കിൽ സിനിമയുടെ എല്ലാ മേഖലകളിലും സ്ത്രീകൾ വേണം. പക്ഷേ അവരെ ബഹുമാനിക്കാനും അവരെ അംഗീകരിക്കാനും അവരെ ആദരിക്കാനും ഇന്നും ആണാധിപത്യം അങ്ങോട്ട് മനസ്സ് കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും അവസാനം ശ്രീ അടൂർ ഗോപാലകൃഷ്ണനെ പോലെയുള്ളൊരു വ്യക്തിയുടെ നാവിൽ നിന്നും അത്തരമൊരു പരാമർശമുണ്ടായത്. പി കെ റോസി എന്ന ആദ്യകാല മലയാള സിനിമയുടെ നടി. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, അഭിനയിച്ച സിനിമ തിയേറ്ററിൽ പോയിരുന്ന് കാണാൻ പോലും യോഗ്യതയില്ലാത്ത, അല്ലെങ്കിൽ അതിനു പോലും അവസരം കിട്ടാത്ത ദൗർഭാഗ്യവതിയായ പി കെ റോസി, ഞാൻ ആലോചിക്കുന്നു എത്ര ഭാഗ്യവതിയാണ്. കാരണം അന്ന് അവരനുഭവിച്ചത് ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയായിരുന്നെങ്കിൽ ഇന്ന് 2025 നിൽക്കുമ്പോഴും അതേ മനസ്സുള്ള കലാകാരന്മാർ സാംസ്കാരിക കേരളത്തിൽ, കലാകേരളത്തിലുണ്ട് എന്നുള്ളത് വളരെ കഷ്ടമാണ് കേട്ടോ. ഇനിയെങ്കിലും മാറണം അത്. സ്ത്രീകളും ദളിതരും എല്ലാവരും മനുഷ്യരാണ്. മണ്ണിൽ കൊണ്ടുവച്ചാൽ എല്ലാവരും മണ്ണിനോട് ചേരുന്ന മനുഷ്യർ മാത്രമാണ്. വയസ്സായി കഴിയുമ്പോൾ നമ്മുടെ നാവിൽ നിന്ന് വേണ്ടാത്തതൊക്കെ വീഴും. ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ സാർ ഒന്ന് ശ്രദ്ധിക്കുക. ബഹുമാനിച്ചില്ലെങ്കിലും അപമാനിക്കാതിരിക്കുക സ്ത്രീകളെയും എൻ്റെ പ്രിയപ്പെട്ട ദളിത് സഹോദരങ്ങളെയും.